കാർത്തിക അടിക്ക്. ചാടി കലം പൊട്ടിക്കാൻ നോക്ക്. എടാന്ന് വിളിക്കുന്നു. സ്റ്റാഫിന് എടാന്നൊക്കെ വിളിക്കാം. സോറി സാർ. അഖിൽ സാർ, നിങ്ങളൊന്ന് ട്രൈ ചെയ്യൂ. അഖിൽ, പതുക്കെ പതുക്കെ അടിക്ക്. മതി മതി, നിർത്ത് 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 നിർത്ത്. ഞാനും ഡ്രോപ്പ് ചെയ്യാം. ഓക്കെ. ഇനി ആരാ ട്രൈ ചെയ്യാൻ പോന്നേ? Wow, you can, Jada, you can. മതി മതി മതി, നിർത്തിക്കോ. മതി, നിർത്ത്. അയ്യോ, ഒന്ന് നിർത്ത്. എന്നെ കൊണ്ട് ഇത് കഴിയില്ല. Bad luck. അടുത്തത് നിർത്ത് നിർത്ത്. ഞാൻ വിട്ടു. അഭിരാം, നീ ട്രൈ ചെയ്യേ. ഞാനില്ല ഏട്ടാ. വസുന്ധര ട്രൈ ചെയ്യട്ടെ. വേണ്ട ഏട്ടാ, ആദ്യം ഏട്ടൻ. അച്ഛൻ ഉറപ്പായിട്ട് പൊട്ടിക്കും അമ്മേ. അവസാനം അമ്മയ്ക്ക് പൊട്ടിക്കാൻ ഒന്നും ഉണ്ടാവില്ല. സാരമില്ല, അടുത്തത് അച്ഛൻ പോകട്ടെ ഉണ്ണി.
വേണ്ടി ചെയ്തതാ. വസു, അവരൊക്കെ അവിടെ നിൽക്കട്ടെ, നീ ഒന്ന് ട്രൈ ചെയ്. അതെ വസു, നിന്നെ കൊണ്ട് ആ കല ഉടയ്ക്കാൻ പറ്റൂ. സോറി അങ്കിൾ. കമോൺ അമ്മേ, കമോൺ, പൊട്ടിക്കമ്മേ. ഞാൻ പറഞ്ഞതുപോലെ നിനക്കൊരു ഗിഫ്റ്റ് ഉണ്ട്. അല്ലല്ലല്ല, നീ ആഗ്രഹിച്ച ഗിഫ്റ്റ് തരാം. നീ എന്തു വേണമെങ്കിലും ചോദിച്ചോ. ഒരുപക്ഷെ പകുതി സ്വത്ത് ചോദിക്കുമോ ഇവള്? എനിക്കൊന്നും വേണ്ട മാഡം. ഞാൻ വിളിച്ച ഉടനെ മാഡം വീട്ടിലേക്ക് വന്നല്ലോ. ഞങ്ങൾക്ക് മാഡത്തിന്റെ അനുഗ്രഹം വേണം. എന്റെ ബ്ലെസ്സിങ്സ് എപ്പോഴും നിങ്ങൾക്കുണ്ടാവും. അതല്ലാതെ വേറെ എന്തെങ്കിലും ചോദിക്കേ. ഇല്ല മാഡം, ജയിച്ചത് ഞാനാണെങ്കിലും ശരിക്കും എന്നെ ജയിപ്പിച്ചത് എന്റെ ഭർത്താവാണ്. അദ്ദേഹം മനഃപൂർവ്വം തോറ്റിട്ട് എന്നെ ജയിപ്പിച്ചതാ. മാഡം അദ്ദേഹത്തിന് ഗിഫ്റ്റ് കൊടുക്കണ്ടേ? ഇല്ല, ഞാൻ വേണമെന്ന് വെച്ച് തോറ്റതല്ല. എനിക്ക് ആ ഒരു കറക്റ്റായിട്ട് അടിക്കാൻ പറ്റിയില്ല. എനിക്കറിയാം അഭിറാം, ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. നിങ്ങൾ മനഃപൂർവ്വം കലം മിസ് ചെയ്യുമായിരുന്നു. എന്തു വേണമെങ്കിലും ചോദിക്കും, എന്ത് ചോദിച്ചാലും തരാം. ഇവൻ എന്ത് ചോദിക്കുമോ എന്തോ. ഒരുപക്ഷെ എന്റെ പോസ്റ്റ് ചോദിക്കുമറ്റോ ചെയ്യൂ. ഇവളുടെ വാക്ക് തന്നെ എൻ്റെ വാക്ക് മാഡം. മാഡത്തിന് അനുഗ്രഹം മാത്രം മതി. മാഡം 100 വർഷം ആയുസ്സോടു കൂടിയും ആരോഗ്യത്തോടു കൂടിയും ജീവിക്കണം.
ഞാൻ ജയിച്ചിരുന്നെങ്കിൽ കോസ്റ്റ്ലി ഗിഫ്റ്റ് ചോദിച്ചേനെ. നല്ലൊരു ചാൻസ് മിസ് ചെയ്തു. നിങ്ങളാണ് എന്റെ ജീവൻ രക്ഷിച്ചത്. ഞാൻ 100 വയസ്സ് വരെ ജീവിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് എന്ത് തന്നാലും മതിയാവില്ല. നിങ്ങളുടെ മക്കൾക്ക് വേണ്ടിയെങ്കിലും എന്തെങ്കിലും ചോദിക്കൂ. കുട്ടികളാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ സമ്പാദ്യം. കുട്ടികളെ, നിങ്ങളുടെ അച്ഛനും അമ്മയും എന്നോടൊന്നും ചോദിക്കുന്നില്ല. നിങ്ങളെങ്കിലും ചോദിക്കൂ, എന്താ നിങ്ങൾക്ക് വേണ്ടത്? മുത്തശ്ശി സുഖമായിട്ടിരിക്കണം. മുത്തശ്ശി ഹെൽത്തി ആയിട്ട് ഹാപ്പി ആയിട്ടിരിക്കണം. മാഡം ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളുടെ വീട്ടിലേക്ക് വരണം. മാഡം വീട്ടിൽ വന്ന അച്ഛനും അമ്മയ്ക്കും വലിയ സന്തോഷാവും. ഭർത്താവിന് യോജിച്ച ഭാര്യ, ഭാര്യയെ സ്നേഹിക്കുന്ന ഭർത്താവ്, നിങ്ങൾക്ക് പറ്റിയ മക്കളും. ഇത്രയും ഒരുമയോടെ ഐക്യത്തോടെ കഴിയുന്ന ഫാമിലിയെ ഞാൻ എങ്ങും കണ്ടിട്ടേയില്ല. നിങ്ങൾക്ക് എപ്പോ എന്താവശ്യം വന്നാലും ഞാനുണ്ടെന്നുള്ള കാര്യം മറക്കരുത്. നിങ്ങൾ രക്ഷിച്ച ജീവനാണ് എന്റേത്. നിങ്ങൾ ചോദിച്ചാൽ ആ ജീവൻ ഞാൻ തരും. ഈ നിമിഷം മുതൽ നിങ്ങൾ എന്റെ സ്വന്തം പോലെയായി. താങ്ക് യു മാഡം. പോയിട്ട് വരട്ടെ. ഇടയ്ക്കിടയ്ക്ക് ഞാൻ വരാം. നിങ്ങളുടെ സ്നേഹം ഞാൻ ഒരിക്കലും മിസ് ചെയ്യില്ല. ചന്ദ്രശേഖര, നമുക്ക് പോകാം. ശരി ചേച്ചി, പോകാം. ഞാൻ ഇറങ്ങുന്നു. നിങ്ങൾക്ക് നല്ലത് വരട്ടെ. അപ്പൊ ഞങ്ങൾ ഇറങ്ങട്ടെ മാഡം. നിങ്ങൾക്ക് വന്നതിന് ഒരുപാട് താങ്ക്സ്. അഖിൽ സർ, കാർത്തിക മാഡം, നിങ്ങളും വരുമല്ലേ? എന്തുകൊണ്ട് വരില്ല? ഇതെന്താ ഞങ്ങളുടെ വീടാണോ ഇവിടെ താമസിക്കാനായിട്ട്? വന്നേ, എല്ലാവർക്കും ഒരുമിച്ച് പോവാം. നിങ്ങൾ പൊയ്ക്കോളൂ, അവര് കുറച്ച് കഴിഞ്ഞ് വന്നോളൂ. അതെ അതെ, കുട്ടികളോട് കുറച്ച് കളിച്ചിട്ട് വരാം. ഇവിടെ എന്തെങ്കിലും ജോലി ഇനി ബാക്കിയുണ്ടെങ്കിൽ വസു മാഡത്തിന് സഹായിച്ചിട്ട് വരാമെന്ന് വിചാരിക്കാം. നിങ്ങൾ പൊക്കോളൂ. ശരി, ഓക്കെ, ബൈ. ബൈ. ഞാൻ ഇതുപോലെ സന്തോഷിച്ചിട്ട് എത്ര വർഷമായി. അഭിരാമും വസുവും ഒരുപാട് ഭാഗ്യം ചെയ്തവരാ. ഒരുമയുള്ള ദാമ്പത്യവും സ്നേഹമുള്ള കുട്ടികളും. ആ വീടൊരു സ്വർഗം പോലെ ഇരിക്കുന്നു. മാഡം, എന്താ ലക്ഷ്മി? ഭക്ഷണം റെഡി ആയിട്ടുണ്ട്. ഞാൻ ദാ വരുന്നു, നീ പൊയ്ക്കോ. ഇന്നത്തെ 2 പ്ലാനും ഫെയിലായല്ലോ. നാളെ വസുന്ധരയ്ക്ക് 25 ലക്ഷത്തിന്റെ കണക്ക് ബോധിപ്പിച്ചല്ലേ പറ്റൂ. അതിനെന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിക്കണം. അതിനിപ്പോ എന്താ ചെയ്യേണ്ടത്? ചന്ദ്രശേഖര, എന്താ ചേച്ചി? നീ എന്താ ആലോചിക്കുന്നത്? ഒന്നുമില്ല ചേച്ചി. വസുന്ധരയെ കുറിച്ചാണോ? ഞാൻ വസുന്ധരയെ കൊല്ലാൻ ശ്രമിച്ച കാര്യം ചേച്ചി അറിഞ്ഞോ? ഞാനും വസുന്ധരയെ കുറിച്ച് ആലോചിച്ചോണ്ടിരുന്നത് ചന്ദ്രശേഖര. വസു, അഭിരാം, അവരുടെ കുട്ടികൾ, നല്ല ഒരുമയുള്ള സന്തോഷമുള്ള കുടുംബം അല്ലേ? അതെ ചേച്ചി. അവർ പണത്തിനോട് ആർത്തിയില്ലാത്തവരാ. ഞാൻ സമ്മാനം കൊടുക്കാമെന്ന് പറഞ്ഞിട്ടും അവർ വേണ്ടെന്നല്ലേ പറഞ്ഞത്? ഈ കാലത്തും അങ്ങനെയുള്ള ആൾക്കാരുണ്ടാവുന്നത് അപൂർവമാണ്. അവരുടെ കുടുംബം കാണുമ്പോ എനിക്ക് അസൂയ പോലും തോന്നുന്നുണ്ട്. എനിക്കാണെങ്കിൽ വെറുപ്പാ തോന്നുന്നത്. ലക്ഷ്മി, മാഡം, ആനന്ദും വൈഷ്ണവും എവിടെ? അറിയില്ല മാഡം. ചന്ദ്ര, അവരിതുവരെ വീട്ടിലെത്തിയില്ലേ? അത് ഇന്ന് കൃഷ്ണാഷ്ടമി അല്ലേ ചേച്ചി? ഫ്രണ്ട്സുമായിട്ട് അവർ ആഘോഷിക്കുകയായിരിക്കും. നോ ചെറിയച്ചാ. ഫ്രണ്ട്സിന്റെ കൂടെ പാർട്ടി എൻജോയ് ചെയ്യായിരുന്നു.
ആനന്ദ്, നീ കുടിച്ചിട്ടാണോ വന്നിരിക്കുന്നത്? യെസ് മൈ ഡിയർ അമ്മേ, എന്നും ഞാൻ കുടിച്ചിട്ടല്ലേ വരുന്നത്. ഇന്നെന്താ ഒരു പ്രത്യേകത? ഇന്നൊരു നല്ല ദിവസമാടാ. ആർക്കാണമ്മേ? ആർക്കെന്ന് ചോദിക്കുന്നോ? എല്ലാവർക്കും. ഹാപ്പി ആയിട്ടിരിക്കുന്നവർക്ക് നല്ല ദിവസം ഇന്ന്, ഇല്ലാത്തവർക്ക് ഇന്ന് വേസ്റ്റ്. എന്താണ് നീ പറഞ്ഞത്? ഞങ്ങള് പറയുന്നത് ഒരിക്കലും മനസ്സിലാവില്ല അമ്മയ്ക്ക്. എന്താ ചന്ദ്ര ഇത്? ഇവരെന്താ ഈ പറയുന്നത്? ചെറിയ കുട്ടികളല്ലേ ചേച്ചി, വിട്ടേക്ക്. സോറി ചെറിയച്ചാ, ഞങ്ങള് ചെറിയ കുട്ടികളൊന്നും അല്ല. വി ആർ നോട്ട് മൈനർ, വി ആർ മേജർ. ഞങ്ങൾക്ക് വോട്ടവകാശം വരെ കിട്ടി. പക്ഷെ ഉത്തരവാദിത്വം മാത്രം കിട്ടിയില്ല. എങ്ങനെ ഉണ്ടാവും അമ്മേ? അമ്മ ഞങ്ങൾക്ക് സ്വത്ത് തന്നു. ചേട്ടൻ പറഞ്ഞിട്ട് ആഫ്റ്റർ ഓൾ ഒരു സെക്യൂരിറ്റിയെ പോലും അമ്മ ജോലിന്ന് പറഞ്ഞു വിട്ടില്ല. ഒയ്യോ, അയാള് സെക്യൂരിറ്റി അല്ല വൈഷ്ണവി, അമ്മയുടെ ജീവൻ രക്ഷിച്ച ദൈവ. അവര് മാനേജർ അല്ല, അമ്മയുടെ ദൈവമാ. അവരുടെ മുമ്പിൽ നമ്മളൊന്നും ആരുമല്ല. ആനന്ദ്, വൈഷ്ണു അകത്തേക്ക് പോയേ. എന്തിനാ ചെറിയച്ച? എനിക്കും ചേട്ടനും ഓഫീസിൽ വരാൻ പെർമിഷൻ ഇല്ല. അവിടെ ഞങ്ങൾക്ക് ഒരു വിലയും ഇല്ല, ഒരു പവറും ഇല്ല, ഒരു റൈറ്റ്സും ഇല്ല. പിന്നെ ഞങ്ങൾ എന്തിനാ വീട്ടിൽ കഴിയുന്നേ? ഇവിടെ നിന്നും കൂടെ ഞങ്ങൾ പറഞ്ഞു വിട്ടേക്ക്. തെരുവിലിറങ്ങി ഭിക്ഷ യാചിക്കാം. വൈഷ്ണു, യെസ് അമ്മേ, ആ അഭിയും വസുവും അവസാനം ഞങ്ങളെ ഭിക്ഷക്കാരാക്കി. ഇതല്ലേ അമ്മ ആഗ്രഹിച്ചത്? അല്ലടാ, നീയും വൈഷ്ണുവും എന്റെ സ്വത്തിന്റെ അവകാശികളാ. അപ്പൊ ഞാനാരാ? കാവൽ കിടക്കുന്ന പട്ടിയോ? എന്റെ സ്വത്തുക്കൾ മുഴുവൻ നിങ്ങൾക്കുള്ളതാ. എനിക്ക് ശേഷം നിങ്ങളാണ്. ചേച്ചിക്ക് ശേഷം സ്വത്തുക്കൾ മക്കൾക്ക്. അപ്പൊ ഞാൻ ശമ്പളമില്ലാത്ത ജോലിക്കാരനോ? നിങ്ങളുടെ അച്ഛൻ മരിച്ചതിന് ശേഷം നിങ്ങൾക്ക് വേണ്ടി ഞാൻ എത്ര കഷ്ടപ്പെട്ടു. വീടും കമ്പനിയും ഇവിടം വരെ എത്തിച്ചില്ലേ? നിങ്ങൾ ചുമതല ഏറ്റെടുത്ത് ഇനിയും കമ്പനി മുന്നേറണമെന്നും കമ്പനിയെ ടോപ്പ് ലെവലിലേക്ക് കൊണ്ടുപോകണമെന്നുമാണ് എന്റെ ആഗ്രഹം. അവരെ ഉയർത്തിക്കൊണ്ടുപോവുക, എന്നിട്ട് എന്നെ പാതാളത്തിലേക്ക് തള്ളിയിടുക. അതിന് നിങ്ങൾക്ക് അനുഭവങ്ങൾ ഉണ്ടാവണം. യോഗ്യതയുള്ളവരോട് ചേർന്ന് ജോലി ചെയ്യണം. ജയവും തോൽവിയും മനസ്സിലാക്കണം. കഷ്ടനഷ്ടങ്ങൾ ഏറ്റെടുക്കണം. ഇല്ലെങ്കിൽ ഈ 1000 കോടിയുടെ സ്വത്തുക്കൾ നിങ്ങളെ കൊണ്ട് നോക്കി നടത്താൻ പറ്റില്ല. നിങ്ങൾ സാമർഥ്യമുള്ളവരല്ലെങ്കിൽ നിങ്ങളെ ഉപയോഗപ്പെടുത്തി ആരെങ്കിലും ഈ സ്വത്തുക്കൾ മുഴുവൻ കൈക്കലാക്കും. ആ ജോലി മറ്റാരുമല്ല, ഞാനാ ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് വസുവിനെ പോലൊരു ചേച്ചിയും അഭിരാമിനെ പോലൊരു ചേട്ടനും നിങ്ങളുടെ പിന്നിൽ ഉണ്ടാവണം. അമ്മേ, ഓഫീസിൽ അവരെ പേര് കേട്ടിട്ട് മടുത്തു. ആ വീട്ടില് വന്നാലും വീണ്ടും അത് തന്നെ. അയ്യോ ആനന്ദ്, എനിക്കിത് സഹിക്കാൻ പറ്റുന്നില്ല, സത്യമായിട്ട് സഹിക്കാൻ പറ്റുന്നില്ല. ഞങ്ങൾക്ക് ആരുടെയും ഗൈഡൻസ് ആവശ്യമില്ല അമ്മേ. അമ്മ ഞങ്ങളെ കൺട്രോൾ ചെയ്തതെല്ലാം മതി. അന്യ ആൾക്കാരെ ഞങ്ങളെ കൺട്രോൾ ചെയ്യുന്നത് നിർത്ത്.